VMTV ന്യൂസ് ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെളിയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇന്നൊരു 10 ചോദ്യങ്ങളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ടീം, വലിയൊരു ഫാമിലി ഇവിടെയുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും. നമസ്കാരം, പേരെന്താണ്? വിനോദ്. സ്വദേശം എവിടെയാണ് ഏട്ടാ? നെയ്യാറ്റിൻകരയാണ്. സുഖമായിരിക്കുന്നു നെയ്യാറ്റിൻകരയിൽ എല്ലാ ആൾക്കാരും? ഓക്കെ. വിനോദ് എന്താണ് ജോലി? എന്താണ്? ഞാൻ ബജാജ് ഫൈനാൻസ്. നെയ്യാറ്റിൻകര തന്നെയാണോ? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എങ്ങനെയാണ് ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ജോലിയുടെ ഭാരങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു ദിവസം അടിച്ചു വിളിക്കാൻ വേണ്ടി വന്നേക്കണം. വെളിയിലേക്കായിട്ട് വന്നതാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നതാണോ? ക്ഷേത്രത്തിൽ പോയി അമ്പലത്തിൽ അമ്മയൊക്കെ കണ്ടിട്ട് ഇറങ്ങി അല്ലേ? ശരി, പേരെന്താണ്? ഹേമ വിനോദ്. ഓക്കെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചിങ് പ്രൊഫഷണലാണ്. എവിടെയാണ്? സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ്? നെയ്യാറ്റിൻകര. കുറെ കുട്ടികളൊക്കെ ഉണ്ടോ? ഏതൊക്കെയാണ് ക്ലാസ്സുകളുള്ളത്? LKG മുതൽ +2 വരെ ഉണ്ട്. ഓക്കെ. ഈ LKG കുട്ടികളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു എന്താ പേര് പറഞ്ഞു? പേരില്ലേ? ആദിദേവാണോ? ആദിദേവ് എത്രയിലാണ് പഠിക്കണം? എത്രയിൽ പഠിക്കുന്നു? പറഞ്ഞോ. UKG പഠിക്കുന്നുണ്ടാ? ആഹാ, നന്നായിട്ട് പഠിക്കുവോ? ശ്വാസം എടുത്ത് വിടുക കേട്ടോ. ശരി, പേരെന്താണ് ചേച്ചി? സജിനി. എന്താണ് ജോലി? അവിടെ ഒരു ഫൈനാൻസ് വർക്ക്. എവിടെയാണ്? അവിടെ നെയ്യാറ്റിൻകരയിൽ തന്നെയാണ്. ഓക്കെ. അവിടെ എത്ര വർഷമായി ഫൈനാൻസ് മേഖലയിൽ? 3 വർഷമായി. സുഖാണോ? ഓക്കെ. ആറ്റുകാരമ്മേനെ കണ്ടപ്പോൾ എന്താണ് പ്രാർത്ഥിച്ചത് ആദ്യം? തിങ്കൾ മുതൽ വെള്ളി വരെ ലീവ് ആവണേന്നാണോ? എന്ത് പ്രാർത്ഥിച്ചു പറ? അത് പുറത്ത് പറഞ്ഞാൽ അതിന്റെ ഒരു പുണ്യം പോകും അല്ലേ? എത്രയിലാ പഠിക്കുന്ന മോൻ? 5ലാ പഠിക്കുന്നത്. പേരെന്താണ്? നീരജ്. ആഹാ, അടിപൊളി പേരാണല്ലോ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? നീരജ് തന്നെയാണ് വിളിക്കുക. വേറെന്തോ പെറ്റ് നെയിം ഉണ്ടല്ലോ, ക്ലാസ്സിൽ നിന്ന് വിളിക്കുന്ന പേരുണ്ടല്ലോ. വീട്ടിൽ നിന്ന് വിളിക്കും? മോനു എന്ന് വിളിക്കും. ഓ ശരി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ, ശരി. ദേവനന്ദ. എത്രയിൽ പഠിക്കുന്നു? 8ൽ. ഒരു കലാകാരിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ഡാൻസർ ആണല്ലോ അല്ലേ? ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ. സിനിമാറ്റിക് എന്ന് പറയുന്ന മേഖലയിലേക്ക് പോയിട്ടില്ല? ഇല്ല. ഓക്കെ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ ഹാപ്പി ആയിട്ട് സാധിച്ചിരുന്നവരാണോ മാതാപിതാക്കൾ? ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എന്തോ കാര്യം പറഞ്ഞല്ലോ ഈ അടുത്ത്, എനിക്ക് എന്തോ ഒരു സംഭവം എന്തോ വാങ്ങിച്ചു തരണം എന്തോ പറഞ്ഞല്ലോ? ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരാളല്ല. പഠിക്കാനൊക്കെ പിടിക്കുകയാണോ? ഓക്കെ. ക്ലാസ് ഒക്കെ എങ്ങനെയാ? എത്ര ഡാൻസ് ക്ലാസ് ഒക്കെ എത്ര ടൈം ഉണ്ടാവും ഒരു ദിവസം? വൈകിട്ട് 2 മണിക്കൂർ. എല്ലാ ദിവസവും ഉണ്ടോ? ഇല്ല, ശനി ഞായർ. അപ്പൊ ഇന്നത്തേത് പോയി. ശരി. പേരെന്താണ്? കൃഷ്ണപ്രിയ. സുഖമായിരിക്കുന്നോ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ കൃഷ്ണപ്രിയ? പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണോ? പെട്ടെന്ന് കരയുമല്ലോ കൃഷ്ണപ്രിയ? കരയുമല്ലേ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ടെക്ന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കരയുന്ന ഒരാളാണ് അല്ലേ? അത് കുഴപ്പമില്ല, നല്ലതാ. അതൊക്കെ വേണം കുറച്ച്. എല്ലാവരും പിന്നെ എന്ത് ശരിയാവും? എത്രയിലാണ് പഠിക്കണേ? 7 സ്കൂളിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ. പാട്ട് പാടും കൃഷ്ണപ്രിയ? പാട്ട് പാടുന്ന ഒരാളല്ലേ? സാറിന്റെ പേരെന്താണ്? ഗോപകുമാർ. ഏത് മേഖലയിലെ ജോലി? ഞാനൊരു പ്രൈവറ്റ് കമ്പനി തിരുവനന്തപുരം. ഓക്കെ. ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്? ജോലിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ദേവി ആരാണ്? ആറ്റുകാല അമ്മയാണോ അല്ലെങ്കിൽ ആരാണോ കൂടുതലായിട്ട്? ശിവഭഗവാനാണ്. ഓക്കെ. ഈ നെയ്യാറ്റിൻകര ആ ഒരു ഭാഗത്തല്ല ഒരു ശിവലിംഗം? ചെങ്കൽ ശിവലിംഗം അല്ലേ? ശരി. എന്റെ പേര് കൃഷ്ണദേവൻ. LKG പഠിക്കണം. പിന്നെ പറഞ്ഞോ, നിന്നെ കേൾക്കാനാ ഞാൻ വന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും സൂപ്പറാ നീ. പറ ബാക്കി വിശേഷം പറ. ഫുഡ് കഴിച്ചു? എന്ത് കഴിച്ചു? ഇല്ല മോനെ, നിങ്ങൾ ബിരിയാണി കഴിച്ചെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വയറ് കത്തുക. എന്ത് ഫുഡ് കഴിച്ചത്? ബിരിയാണിയാണോ കഴിച്ചേ? നിന്റെ അത്ര തന്നെയുള്ളൊരു കോഴിക്കറി നീ കഴിക്കുന്നത് ഞാൻ കണ്ടു. പാട്ട് പാടുവോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റന് കൊടുക്കാനായി കുഞ്ഞ് കിടന്ന കരഞ്ഞിടും. കുഞ്ഞെ നീ തരുമോ? എന്നേരെ കയ്യില് അയ്യപ്പം ഇല്ല, തരില്ല അയ്യപ്പം. അയ്യോ കാക്കയെ പറ്റി. ഉഷാറായിട്ട്. അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ പേടി? അച്ഛനെ അമ്മ. അതിൽ ഏറ്റവും കൂടുതൽ പേടി ആരെയാ? അച്ഛനെയാണോ അമ്മയാണോ? ആരാണോ പേടി? അച്ഛനെ. അച്ഛനാരെയാ കൂടുതൽ പേടി? അച്ഛനാരെയാ കൂടുതൽ പേടി? അമ്മേനെ. അവൻ പറയുന്നത് എനിക്കറിയാം. ശരി, സൂപ്പർ ആട്ടോ, അടിപൊളി. ചേച്ചിയുടെ പേര്? ഗായത്രി. ചേച്ചി എന്താ ജോലി ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് ജോലിയാണ്. ശരി. അപ്പൊ ഇവരിങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ബാക്കിയെല്ലാം തമാശയാണ്, എടുത്താൽ മതി. ഇന്ന് നിന്റെ കാര്യം പോക്കണം. ശരി. അപ്പോൾ ഒരു 10 ചോദ്യങ്ങൾ കേട്ടോ. ഒരു GK അല്ല, ഫണ്ണിയാണ്. ഈ 10 ചോദ്യത്തിനും 10 ഉത്തരങ്ങൾ പറയേണ്ടത് ഒരു ഫണ്ണി ടൈപ്പിലുള്ള ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സമ്മാനം. എന്നാലും ഒരു സ്ഥലത്തേക്കാണ് സമ്മാനം പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇൻഡിവിജ്വലാണ്, ഞാൻ ചോദിക്കുന്നതനുസരിച്ച് ഉത്തരം പറയാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാലോ മോനെ? തുടങ്ങാം.
ഓക്കെ റെഡി. അപ്പോൾ 10 ചോദ്യങ്ങൾ റെഡിയാണ്. 10 ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. സംഗതി ഫണ്ണിയാണ്. ഫണ്ണി ആകുമ്പോൾ ഫണ്ണി രീതിയിലുള്ള ഉത്തരം മാത്രം പറയാം. ഫസ്റ്റ് ചോദ്യം. നമ്മൾ വീട്ടിൽ ഒരുപാട് വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീട്ടുപകരണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം പോയ വീട്ടുപകരണം ഏതാണ്? കുസൃതിയാണേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം പോയ വീട്ടുപകരണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം അത് പോയ വീട്ടു ഉപകരണം, വീട്ടു സാധനം. പോയ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം. കുസൃതിയാണേ. ഗൂഗിളിൽ നോക്കിയാലും കിട്ടൂല. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം പോയ വീട്ടുപകരണം, വീട്ടു സാധനം. വീട്ടു സാധനം. ഒരു ഇംഗ്ലീഷ് അക്ഷരമാല പോയ. ഈ അക്ഷരം പോയാന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടു സാധനത്തിന്റെ പേര് കിട്ടും. ഒരു ബ്യൂട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത്. ഇതിന് പല മോഡലുണ്ട്, പല ടൈപ്പിലുണ്ട്. ചേട്ടാ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ ബജാജ് ഫൈനാൻസിന്റെ ഒക്കെ മാറ്റി വെച്ചാൽ പെട്ടെന്ന് ഇതിലേക്ക് ഉത്തരം. ഇംഗ്ലീഷ് അക്ഷരമാല ചൂലല്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരു അക്ഷരം ഉണ്ടല്ലോ, A to Z ഒരു അക്ഷരങ്ങൾ. അതിലൊരക്ഷരം പോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ ടീപ്പോയ്. ടീപ്പോയ്. ടീപ്പോയ് എന്താ വെറുതെ അല്ല. ടീപ്പോയ്. രണ്ടാമത്തെ ചോദ്യം. മോശമായ സാധനം കടയുടെ പുറത്ത് വെച്ച് അതിന്റെ നല്ല സാധനം അകത്തു നിന്നും കച്ചവടം നടത്തുന്ന ആരാണ്? മോശമായ സാധനം കടയുടെ പുറത്ത് വെച്ച് ആൾക്കാരെ കാണാൻ അതിന്റെ അതേ നല്ല സാധനം അകത്തു നിന്നും കച്ചവടം നടത്തുന്നതാര്? ഇത് യഥാർത്ഥത്തിലുള്ള ചോദ്യമാണ്. മോശമായ സാധനം, അതായത് ആ പ്രൊഡക്റ്റിന്റെ മോശമായ സാധനം എന്ത് ചെയ്യും? കടയുടെ വെളിയിൽ വെക്കും ആൾക്കാർ കാണാൻ. എന്നിട്ട് അതിന്റെ അതേ നല്ല സാധനം കടയുടെ ഉള്ളിൽ നിന്നും കച്ചവടം നടത്തും. നമ്മൾ നാട്ടുപുറത്തുണ്ട്, നാട്ടിലുണ്ട്. ഇതില്ലാതെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു യാത്രയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സിമ്പിളാണ്. ടീ പോയിന്റ് അത്രയും ഇല്ല, അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ചോദ്യം. മോശമായ സാധനം ഈ കടയുടെ പുറത്ത് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി വെക്കും. ഇതിന്റെ അതേ നല്ല സാധനം എന്ത് ചെയ്യും? കടയുടെ ഉള്ളിൽ നിന്ന് കച്ചവടം നടത്തും. ഡ്രസ്സല്ല, അല്ല, കവറല്ല, ഫോണല്ല. ഈ ഫോണിന്റെ ഒക്കെ നമുക്ക് സാധനങ്ങൾ അങ്ങനെ പുറത്ത് വെക്കില്ലല്ലോ, ഫോട്ടോസ് അല്ലേ വെക്കും. ഇത് സെയിം പ്രൊഡക്റ്റ് ഈ കച്ചവടം നടത്തുന്നത് അതേ പ്രൊഡക്റ്റ് ഡ്രസ്സ് അല്ലല്ല. നല്ലതല്ലേ പുറത്ത് വെക്കൂ, മോഡലല്ലേ വെക്കൂ. ഇത് മോശമായ സാധനം വെക്കും. കുസൃതി ആണെങ്കിൽ ഇത് ചെറിയൊരു കട. ഓക്കെ, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ടയർ ശ്രദ്ധിച്ചായിരുന്നോ? പുറത്ത് മോശമായിട്ടുള്ള ടയർ വെക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ നല്ല ടയർ കച്ചവടം നടത്തും. മൂന്നാമത്തെ ചോദ്യം. ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാം ഒട്ടുമിക്ക ചെടികളിലുള്ളുണ്ട്. ചില ആൾക്കാരുടെ സ്വഭാവത്തിലുള്ളത് ഒട്ടുമിക്ക ചെടികളിലും കാണാം. എന്താണ്? ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട്, ഒട്ടുമിക്ക ചെടികളിലും കാണാം. വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ. കുരുകുരുപ്പോ. ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട്, ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാം, എന്നാൽ ഒട്ടുമിക്ക ചെടികളിലും ഉണ്ട്. മുള്ള്. ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ടോ മുള്ള്? ഉണ്ട്. ചേച്ചി പറഞ്ഞുണ്ടെന്ന്. അല്ല, ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട്. നമ്മൾ പറയും അവൻ്റെ സ്വഭാവം അങ്ങനെയാ. ഒരു ചെറിയൊരു വാക്കാണത്. സ്നേഹമല്ല. നല്ല ഉത്തരമാണ്. പക്ഷെ ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ കാണാം, ഒട്ടുമിക്ക ചെടികളിലുണ്ട്. ആ ചെടികളിൽ എല്ലാ ചെടികളിലും ഉണ്ടാവും. മുട്ടല്ല, സ്മെല്ലല്ല, ഇല്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് തണ്ട്. ഓനോടധികം വർത്താനം പറഞ്ഞു, അവന് ഭയങ്കരം തണ്ടാ അല്ലേ? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം. ആരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തു നിന്നാണ് എൻ്റെ ജനനം, എന്നാൽ ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു സ്ഥാനം എനിക്കുണ്ട്. ആരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തു നിന്നാണ് എൻ്റെ ജനനം. ഞാൻ ഉണ്ടാകുന്നത് ആരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തു നിന്നാണ്, പക്ഷേ ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു സ്ഥാനം എനിക്കുണ്ട്. ഇത് കുസൃതിയല്ല, യഥാർത്ഥത്തിലൊരു ചോദ്യമാണ്. ആരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ജനനം, ഇതുണ്ടാകുന്നത്, പക്ഷേ ഇന്ത്യ അംഗീകരിക്കുന്ന വലിയൊരു സ്ഥാനമുണ്ട് എനിക്ക്. അല്ലല്ല, റൈറ്റ് ആൻസർ താമര. വെരി ഗുഡ്. താമര ദേശീയ പുഷ്പം. അഹങ്കാരം കണ്ടോ മുഖത്ത്? ഇത്തരം പറയുമ്പോൾ കണ്ടോ? അടുത്ത ചോദ്യം. താമര റൈറ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ അതിനെ ജനം അല്ല ജനക്കൂട്ടം എന്ന് പറയില്ല അല്ല. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജനം എന്ന് പറയും. എന്നാൽ ഒറ്റക്കാണെങ്കിലും ജനം എന്ന് പൊതുവെ പറയുന്നത് എന്തിനെയാണ്, ആരെയാണ്?
ജനൻ അല്ല അവർ ഉദ്ദേശിച്ച ജനൻ ടി വി ആണ് കേട്ടോ. ഒറ്റക്കാണെങ്കിലും നമ്മൾ അവരെ പൊതുവെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്. ചിലപ്പോൾ പേര് പറഞ്ഞിട്ട് ഈ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അല്ലല്ല, അതായത് ഒറ്റക്കാണെങ്കിലും ജനം എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഈ ജനം എന്നുള്ളൊരു പേര് കൂടെ അതിൽ വരും. ഒരു ക്ലൂ ഞാൻ തരാം. വലിയ തറവാട്ടിലൊക്കെ പറയുന്നൊരു പേരാണ് അന്തർജനം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഉയർന്ന സ്ഥാനമാണ്, ഒരു മനുഷ്യനിർമ്മിത വസ്തുവാണ്. എന്താണ്? ഒരു മനുഷ്യനിർമ്മിത വസ്തു, ഇതിൻ്റെ പേരും ഒരു ഉയർന്ന സ്ഥാനത്തിൻ്റെ പേരും ഒന്നാണ്. ഒരു മാനുഫാക്ചർ, അതായത് മനുഷ്യനിർമ്മിത വസ്തുവിൻ്റെ പേരും ഒരു ഉയർന്ന സ്ഥാനത്തിൻ്റെ പേരും ഒന്നാണ്. ഒരു മനുഷ്യനിർമ്മിത വസ്തു, മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്, അത് മീൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഒരു ഉയർന്ന സ്ഥാനത്തിൻ്റെ പേരും ഒന്നാണ്. ഒരു ഉയർന്ന സ്ഥാനത്തിൻ്റെ പേരും ഒരു മനുഷ്യനിർമ്മിത വസ്തുവിൻ്റെ പേരും ഒന്നാണ്. ഇത് കൂടുതലായിട്ട് ഒരു നിറത്തിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. ആ നിറം ഇവിടെയുണ്ട്. പാറയല്ല, കറുപ്പാണ്. അല്ല, സ്ഥാനമുണ്ട്. മീൻസ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനമല്ല, അതുപോലെ ഒരു വലിയൊരു സ്ഥാനമുണ്ട്. മനുഷ്യനിർമ്മിത വസ്തുവാണ്. കറുപ്പായിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ, മറ്റുള്ള കളറിലുണ്ട്, പക്ഷെ കറുപ്പിലാണ് കൂടുതലായിട്ട് നമ്മൾ. മനുഷ്യനിർമ്മിത വസ്തുവാണ്. ഓടുന്നില്ല. അതിൻ്റെ ഉത്തരം സ്പീക്കർ. റൈറ്റ്. കൂടുതലായിട്ടും കളർ ഉണ്ടെങ്കിൽ ഒരു കറുപ്പിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത ചോദ്യം ഇതാണേ. കറി ഉണ്ടെങ്കിൽ കറിക്കുണ്ട്, കറി ഇല്ലെങ്കിൽ കറിക്കില്ല. എന്താണ്? കറി ഉണ്ടെങ്കിൽ കറിക്കുണ്ട്, കറി ഇല്ലെങ്കിൽ കറിക്കില്ല. കറിവേപ്പില. റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. കറിവേപ്പില. പുറം കളഞ്ഞ് അകം വേവിക്കണം, പിന്നീട് പുറം തിന്നിട്ട് അകം കളയണം. എന്താണ്? പുറം കളഞ്ഞിട്ട് അകം വേവിക്കണം, പിന്നീട് അകം തിന്നിട്ട്. പുറം കളഞ്ഞ് അകം വേവിക്കണം, പിന്നീട് പുറം തിന്നിട്ട് അകം കളയണം. ചോളം. റൈറ്റ് ആൻസർ. അടുത്ത 2 ചോദ്യങ്ങൾ കൂടി മാത്രം കേട്ടോ. ഓക്കെ, ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഉത്തരം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നന്നായിട്ട് ഒരു അഹങ്കാരവും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ വളരെ ചെറുതാണ്, ഒരു സ്ത്രീയുടെ പേരാണ്. ഞാൻ ചെറുതാണ്, ഒരു സ്ത്രീയുടെ പേരുമാണ്. ഞാൻ ചെറുതാണ്, ഒരു സ്ത്രീയുടെ. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ല. ഒരു സ്ത്രീയുടെ പേരാണ്. ചെറുതാണ്, ചെറുത്, സ്ത്രീയുടെ പേര്. പഠിക്കുന്ന കുട്ടികളൊന്നും പറയുന്നില്ല, എല്ലാം ഇവനെ ബാക്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഞാൻ ചെറുതാണ്, സ്ത്രീയുടെ പേരുമാണ്. നമ്മൾ പൊതുവെ ചെറുതിന് പറയുന്ന ഒരു പേരാണ്. അതിന്റെ ഒരു ഇംഗ്ലീഷ് അങ്ങനെയായിട്ട് വരും. ബേബി അല്ല, ബേബി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ പേര് വരും. അല്ല, സ്ത്രീയുടെ പേരുമാണ്. സ്ത്രീയുടെ പേര് വളരെ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് സ്ത്രീയുടെ പേരുമാണ്. അറിയില്ല. അതിന്റെ ഉത്തരം മിനി. ഇപ്പം പറയാം, എൻ്റെ വായ തുമ്പത്തെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണം. അടയ്ക്ക് വേണ്ട, അപ്പത്തിന് വേണം, അടയില്ലേ, അടയ്ക്ക് വേണ്ട. എന്താണ്? ഈസ്റ്റ്. ഇത് തിന്നാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. സോഡാപ്പൊടി. പിന്നെ അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. അരി തിന്നാൻ പറ്റുന്ന സാധനമല്ലേ? ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല. അപ്പത്തിന് നമുക്ക് ഈ നിങ്ങൾ ചിന്തിക്കുന്നൊക്കെ അടുക്കളയുമായി ബന്ധപ്പെട്ട സംഭവം, അതൊന്നും ചിന്തിക്കണ്ട. അതേ അല്ല. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. എന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. പപ്പടോ? അപ്പത്തിന് വേണം, അടയ്ക്ക് വേണ്ട. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. കറക്റ്റ് എന്നെ ലിപ്പ് നോക്കിയാൽ മതി. അപ്പത്തിന് വേണം, അടയ്ക്ക് വേണ്ട. പപ്പടോ? അങ്ങനെ അടയ്ക്ക് വേണ്ട. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. എന്താണ്? അടുക്കളയില്ല. അടുക്കള എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റില്ല. ആ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടിയാണത്. അപ്പം, അട. എന്താണ്? അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. വേളിയിൽ വരണ്ടായിരുന്നല്ലേ?
ഇത്രയും നാട്ടുകാർ കാണുകയും ചെയ്യും. ആകെ നാണക്കേട്. പടമല്ല. പടം. ഓക്കെ, ഞങ്ങൾ ഉത്തരം പറയാം. ചുണ്ട് തമ്മിൽ മുട്ടല്. അപ്പം അടാ. അപ്പത്തിന് വേണം, അടക്ക് വേണ്ട. അപ്പോൾ ഇവർ കുഴപ്പമില്ലാത്ത രീതിയിൽ മത്സരിച്ചു. ഇവിടുന്ന് ഈ ചേച്ചി അതിൻ്റെ ഏതാണ്ട് ഒരു 3ഓളം ഉത്തരങ്ങൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനും പറഞ്ഞു അല്ലേ? അപ്പോൾ ആർക്ക് ഞാൻ സമ്മാനം തരണം? ഞാൻ ചേട്ടന് സമ്മാനം ചെയ്യട്ടെ. നല്ലൊരു കയ്യിൽ കൊടുക്കും, ഉഷാറായിട്ട് നല്ലൊരു കയ്യിൽ കൊടുത്തേ. അപ്പോൾ ചേട്ടൻ്റെ പേരൊന്നും കൂടി പറയാം. വിനോദ്. എന്താ സുമ്മാതല്ല, അങ്ങനെ ഇരിക്കുക ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് ഈ 10 ചോദ്യത്തിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് ഞങ്ങൾ VMTV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.